വിധങ്ങൾ പറയുന്നുണ്ട്, മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാനത്ത് നിന്നും മക്കൾ പെട്ടെന്ന് പോകരുത്. ആരൊക്കെ പോയാലും പോകട്ടെ. കാരണം ആ ഖബറിനകത്ത് കിടക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന എന്റെ കൂട്ടുകാരൻ പോയി, എന്റെ കൂടപ്പറപ്പ് പോയി, എന്റെ അയൽവാസി പോയി, എന്റെ സ്നേഹിതൻ പോയി. ഓരോരുത്തരും ഇങ്ങനെ പോകുന്നത് ജനാസയ്ക്ക് മയ്യത്തിന് ഖബറിനകത്ത് കിടന്നുകൊണ്ട് അറിയുമെന്ന. അപ്പൊ മക്കള് പോകുന്നുണ്ടെങ്കിൽ പടച്ചവനെ എന്റെ മോനും ഇത്ര പെട്ടെന്ന് എന്നെ മറന്നുവല്ല അവർക്ക് തോന്നുന്ന. എന്നാൽ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് 40 ആയത്ത് ഓതുന്ന സമയം ഒരു 10 മിനിറ്റ് മക്കൾ ആ ഖബറിന്റെ ചാരത്ത് നിന്നാൽ മാതാപിതാക്കൾ ചിന്തിക്കും, പടച്ചവനെ കൂട്ടുകാരൻ പോയാലും കൂടപ്പുറപ്പ് പോയാലും അയൽവാസി പോയാലും ബന്ധു പോയാലും എന്റെ മോൻ പോയില്ലല്ലോ അല്ലാ, അപ്പൊ മുകളിൽ നിൽക്കുന്നുണ്ടല്ലോ, മയ്യത്തിനൊരു ധൈര്യമുണ്ടാകുമെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര കണ്ട് സ്നേഹിച്ചാലും എല്ലാവരും പള്ളിപ്പറമ്പിൽ വന്നിട്ട് ടാറ്റ കാണിച്ചിട്ട് പോകും. നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയം അപ്പോഴാ. നമുക്കൊരു സഹായം വേണ്ടത് അപ്പോഴാ. അപ്പൊ ആരാരും സഹായിക്കാനില്ലാത്ത പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്ത് കൊണ്ടുപോയി കുടിച്ചിട്ടിട്ട് ഇവരെല്ലാവരും തിരിച്ചു പോകുമെങ്കിൽ ഇവരുടെ കൂടെ കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിന്റെ സമയത്ത് കൂടെ നിൽക്കേണ്ട ഇവര്. അപ്പൊ ഇവരെല്ലാവരും നമ്മളെ കൈയൊഴിഞ്ഞിട്ട് പോകുമെങ്കിൽ ഇവനെ സ്നേഹിക്കുന്നതിൽ എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുകയാണ്